നമസ്കാരം, ഞാൻ അൻവർ വൈദ്യർ. സമastha സുഖിനോ ബhavanthu. വളരെ പ്രശസ്തമായ ചവനപ്രാശ രസായനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഇത് കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദിവ്യ ഔഷധങ്ങൾ കൂടിയാണ്. ദശമൂലം, കുറുന്തോട്ടി, ഏലം, അമുക്കുരം, നെല്ലിക്ക, നെയ്യ്, എണ്ണ, പഞ്ചസാര, ചതുർജാതം, തേന്, കൂപനൂറ് തുടങ്ങിയ 40-ലധികം മരുന്നുകൾ ചേർത്താണ് ഈ ചവനപ്രാശ രസായനം ഉണ്ടാക്കുന്നത്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു രസായനമാണ്. രസായനം എന്ന പദത്തിന് തന്നെ രസാദി സപ്തധാതുക്കളെയും സംസ്കരിക്കുവാനും വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മാർഗം എന്ന അർത്ഥം കൂടി ഗ്രഹിക്കണം. എല്ലാ ധാതുക്കളെയും ശരിപ്പെടുത്തുന്ന ഒരു മരുന്നായാൽ പിന്നെ അതിൻ്റെ വിശേഷം നമ്മൾ പറഞ്ഞറിയിക്കുന്നതിൽ എത്രയോ ഉപരിയായിരിക്കും. ഇതിന് ചവനപ്രാശം എന്ന് പറയുമ്പോൾ കാരണം തന്നെ വാർദ്ധക്യം ബാധിച്ച് അതിക്ഷീണിതനായ ചവന മഹർഷി ഇത് ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പൂർവാധികം തേജസ്സോട് കൂടി യൗവനം വീണ്ടും ലഭിച്ചു എന്നതാണ് ഈ പേര് വരാനുള്ള കാരണം തന്നെ. ഇത് ബാലന്മാർക്ക് ശരീരം നന്നാകുവാനും വൃദ്ധന്മാർക്ക് ബലക്ഷയം വരാതിരിക്കാനും ഏറ്റവും പ്രശസ്തമായ ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ ക്ഷയം, കാസം, ശ്വാസം, ഹൃദയരോഗങ്ങൾ, രക്തവാതം, ഒച്ചയടപ്പ് ഇവയിൽ ഇത് നിയമേന ശീലിച്ചു കൊണ്ടിരുന്നാൽ ഒരു വലിയ ഫലത്തെ തന്നെ ഈ മരുന്ന് പ്രദാനം ചെയ്യും. മൂത്രരോഗം, ശുക്ലദോഷം ഇവയിൽ ഏറ്റവും അത്യുത്തമമായ ഒരു ഔഷധങ്ങൾ കൂടിയാണ്. ഇത് വേണ്ട വിധം ഒരാൾ ശീലിച്ചാൽ ബുദ്ധിക്ക്, അതുപോലെ നല്ല ഓർമ്മ ലഭിക്കുന്നതിന്, ശരീരത്തിന് നല്ല പ്രകാശം ലഭിക്കുന്നതിന്, ആരോഗ്യം അതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹണശക്തിയും അഗ്നിബലം തുടങ്ങിയവ ലഭിക്കാൻ ഈ ഔഷധം ഏറെ പ്രയോജനകരമാണ്. ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.